ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് എൻ്റെയും ദിയയുടെ വ്ളോഗാണ്. ഇന്ന് മമ്മിയില്ല. ഞാൻ ചുമ്മാ ഒന്ന് ഓക്കെ ടാറ്റാ. ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാം. ചെറുതായിട്ടൊരു മന്തിക്കൊതി കഴിക്കണ്ടേക്കും. അപ്പോൾ ഒന്ന് മന്തി കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനും ദിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ പോണ വഴിക്ക് എല്ലാ കാര്യങ്ങളും കാണിച്ചതാണ്. അത്രയുള്ളൂ, വേറെ പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ല. പറയാം. എന്താ ദിയ കഴിക്കാൻ വന്നേക്കുന്നത്? എന്ത് മന്തി? ഷവായ. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര മന്തി കുടിച്ചിരുന്ന. അപ്പോൾ ഇപ്പം നോമ്പ് എടുത്തിട്ട് ഞങ്ങൾ മന്തി കഴിച്ചിട്ടില്ല. കുറേ നാളായില്ല നമ്മൾ മന്തി കഴിച്ചിട്ട്. അപ്പോൾ ഇന്നൊരു കൊതി, കഴിക്കാനുള്ളൊരു കൊതി. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിയത്. അവർക്ക് കഴിക്കാൻ പറ്റില്ല, അവർക്ക് നോൺ വെജ് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങി. ഇവിടെ ഭയങ്കര ബഹളം, ഭയങ്കര ഒച്ചയാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഭയങ്കര ട്രാഫിക്കായി. ഈ ഷോപ്പുള്ള സ്ഥലത്ത് ഭയങ്കര ട്രാഫിക്കുള്ള സ്ഥലം. അതുകൊണ്ട് സൗണ്ടും ഇതും. ഒറ്റയ്ക്ക് ഇവിടെ ഷവായി വേണോ അൽഫാം മന്തി വേണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. അതിന് ടെൻഷനാണ്. ഷവായി രസം ഉണ്ടാവും. അത് ഏകദേശം ഇതുപോലെ തന്നെ. ഞാൻ ഷവായി പറയും. ഷവായി ഭയങ്കര സ്പൈസിയാണ്. അപ്പോൾ കുറച്ച് സ്പൈസ് കുറയ്ക്കാൻ വന്നത്. അവൾക്ക് അൽഫാം വേണോ ഷവായി മന്തി വേണോ എന്നുള്ളൊരു വേഗം ആലോചിച്ചവരോട് പറയണേ. ഷവായി മാത്രം നമ്മൾ എരിവ് കുറവല്ല പറഞ്ഞേക്കണം മന്തി വരുമ്പോൾ.
കഴിക്കാൻ പറഞ്ഞു. പക്ഷെ എന്നാലും എരിവുണ്ട്. എനിക്ക് അപ്പം മതിയെന്ന് പറഞ്ഞു. വലിയ ചെസ്റ്റ് പീസ് ഞാൻ കിട്ടിക്കഴിഞ്ഞ് കഴിക്കില്ല. എനിക്ക് ലെഗ് പീസ് ഇഷ്ടം. അതാകുമ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, തീരുക. മന്തി കുഴപ്പമില്ല, നല്ല ഫ്ലേവർ ഉണ്ട്. भैया थोड़ा सैलड और मायोनीज. ഞങ്ങളുടെ ഈ സ്ഥലത്ത് അത്യാവശ്യം കുറച്ച് ഫേമസ് ആയിട്ടുള്ള കട. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ഇന്നത്തെ ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ മിസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മി കൂടെ ഉണ്ടായിരുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ എവിടെ പോയാലും 3 പേരല്ലാണ്ട് ഞങ്ങൾ ഇറങ്ങാറില്ല. ഏത് സ്ഥലത്ത് പോയി എന്തൊരു ചെറിയ കാര്യത്തിന് പോയാലും ഞങ്ങൾ 3 പേരായിട്ട് ഞങ്ങൾ ഇറങ്ങാറുള്ളൂ. ഈ പ്രാവശ്യം മമ്മി ഉണ്ടായിരുന്നില്ല, ആ ഒരു കുറവുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ മമ്മിക്ക് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ നടക്കണതുകൊണ്ട് അവർക്ക് അധികം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ആ കാര്യം കൊണ്ട് തന്നെ മമ്മി ഇന്ന് ഈ പ്രാവശ്യം ഉണ്ടായില്ല. ആ ഒരു വിഷമം. ഞങ്ങളിപ്പോൾ വല്ലാർപാടത്ത് വന്നേക്കാം. ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകാൻ തോന്നില്ല. ഒന്ന് പള്ളിയിൽ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തോ ഇവിടെ വരുന്ന ഭയങ്കര പീസ്ഫുള്ളാണ്. ഞങ്ങൾക്ക് ഒരു എന്താ പറയുക, ഭയങ്കര സമാധാനം. ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിരിക്കുമ്പോഴും അടിപൊളി സ്ഥലം, നല്ല കാറ്റും മാതാവിൻ്റെ ഒരു സാന്നിധ്യത്തിൽ ഇരിക്കണ പോലെ തോന്നും. നമുക്ക് മാതാവ് അടുത്തുണ്ട് എന്നുള്ളൊരു ചിന്ത തോന്നും. ഞങ്ങൾ സർവത്ത് കുടിക്കാൻ കയറിയ സ്ഥലത്തൊന്നും പറയാൻ പറ്റില്ല. ഭയങ്കര, ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ട്രാഫിക്കുള്ള സ്ഥലം. അവിടെ നിന്ന് പറയുന്ന ഒന്നും കേൾക്കില്ല. അത്യാവശ്യം ആ സ്ഥലത്ത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു സർവത്ത് കട. അവിടെ പലതരത്തിൽ ഈ ജിഞ്ചർ സോഡ ഇല്ല, അത് അവിടെ ഫേമസ്.
അത് കുടിക്കാനാണ് എല്ലാവരും വരുന്നത്. ഞാനൊരു വട്ടം ട്രൈ ചെയ്തു, പക്ഷേ കുറച്ച് എരിവായതുകൊണ്ടാണ് ഞാനത് വാങ്ങാണ്ടിരുന്നത്. പിന്നെ ഇവർക്കൊട്ടും എരിവ് പറ്റില്ല. ഞങ്ങൾ ഇടയ്ക്ക് ഈ സർബത്ത് കുടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ പോയി കുടിക്കാറുണ്ട്. അവിടെ മിക്കവരും ഈ ജിഞ്ചർ സോഡ കുടിക്കാനായിട്ട് വരാറ്. പിന്നെ അവിടെ ഗ്രേപ്പ്, മാംഗോ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ ഫ്ലേവറൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ കുറച്ച് ഈ ചൂട് കൂടിയുണ്ട്. ഈ സമയത്ത് വന്നപ്പോൾ ഇച്ചിരി ചൂടുണ്ട്. പക്ഷെ ഒരു രാത്രി ആയി കഴിഞ്ഞാൽ ഭയങ്കര കാറ്റ്. ഇവിടെ ഒരു ഭയങ്കര കൂളിംഗ് ആയിരിക്കും. നല്ല രസം ഇവിടെ വന്നിരിക്കാൻ. എന്തെങ്കിലും പറയാനുണ്ടോ കുട്ടിക്ക്? ഞങ്ങൾക്കൊരു വിഷമം. ഞങ്ങളിങ്ങനെ പുറത്തു പോകുമ്പോൾ ഓഗീനെ എപ്പോഴും കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഇങ്ങനെ കഴിക്കാമെന്നുകൊണ്ട് അവളെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവളുടെ ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു എന്ന് ഞങ്ങൾ പറയായിരുന്നു. ഇനി കുറച്ച് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളിത് അറിഞ്ഞില്ല. ഞങ്ങളുടെ അത്ര ദൂരം എന്ന് പറയാനില്ല, കുറച്ച് തൊട്ടടുത്തായിട്ടാണ് ഈ സ്ഥലങ്ങളുള്ളത്. ഞങ്ങൾ ഇന്ന് ആ വഴി കൂടെ പോയപ്പോഴാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണുന്നത്. ഒത്തിരി പേര്, ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെ പറയാം. ഒത്തിരി പേര് വന്ന് ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കാനും പറ്റിയ നല്ലൊരു എന്താ പറയുക, അത്യാവശ്യം വെതറായാലും നല്ല രസമായിരുന്നു. ഞങ്ങൾ ചെന്ന ടൈം കറക്റ്റ് നല്ല ടൈമായിരുന്നു. അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഒത്തിരി പേര് ഒരു എന്താ പറയുക, ഇരുട്ടായി വരുമ്പോഴാണ് ആൾക്കാരവിടെ കൂടിക്കൂടി വന്നത്. ഞങ്ങൾ അങ്ങനെ അവിടെയൊക്കെ ചെന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇനി വരാലോ, മമ്മിനെ കൊണ്ട് പോകാലോ എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. എന്തൊക്കെ കുടിച്ചാലും സംഭാരം, സോഡ സംഭാരം കുടിക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം സുഖമെന്നറിയോ. ദാഹിക്കുന്ന സാധനം കുടിക്കാം. എങ്ങനെയുണ്ട് ദിയ? അങ്ങനെ ദിയ സക്സസ്ഫുള്ളി 2 ഗ്ലാസ് കുടിച്ചു. വാ പോവാം. സോന എന്തിനാ സോന വന്നേ? അത് ദിയക്ക് ത്രെഡ് ചെയ്യണം. അവള് ത്രെഡ് ചെയ്തിട്ട് കുറച്ചായപ്പോൾ ഞങ്ങളങ്ങനെ പ്ലാനൊന്നും ഇട്ടിട്ടൊന്നുമല്ല, പറഞ്ഞു പിടിക്ക് കേട്ടപ്പോൾ കയറാമെന്ന് വിചാരിച്ചു. ഞാൻ ചെയ്താ.
അപ്പം ഞങ്ങളിന്ന് വീട്ടിലേക്ക് പോണ വഴി ഒന്ന് പള്ളി കയറി. പള്ളി അടുത്താണ്. പള്ളിയിലൊന്ന് കയറി ദിയയ്ക്കൊരു നേർച്ച ഉണ്ടായിരുന്നു. മെഴുകുതിരി ഒന്ന് കത്തിച്ചു. ഇനി ഇതേ നേരെ വീട്ടിൽ പോകും. അപ്പോൾ ഞങ്ങളുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കാം കേട്ടോ. ഇന്നത്തെ ദിവസം ഞങ്ങൾ നേരത്തെ ഇറങ്ങി, ഇപ്പം ഇരുട്ടായി. അങ്ങനെ പള്ളി കയറി പ്രാർത്ഥിച്ചു, മെഴുകുതിരി കത്തിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കയറാൻ പോവാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.